ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ പവർ റൂമിന് ഇനി പുതിയ അവകാശികൾ. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ 9ാമത്തെ ആഴ്ചയിലെ ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായി വീട്ടിലെത്തിയ അതിഥികളുടെ സാന്നിധ്യത്തിൽ നടന്ന ഹോട്ടൽ ടാസ്കിൽ വിജയികളായി ഡെൻ ടീം പവർ ടീമുമായി അവസാന ചലഞ്ചിൽ മത്സരിച്ചിരുന്നു. ആ ചലഞ്ചിന്റെ 3 ഗെയിമുകളിൽ 2 ഗെയിമുകൾ വിജയിച്ചുകൊണ്ടാണ് ഡെൻ ടീം അടുത്ത ആഴ്ച മുതൽ പവർ ടീം അംഗങ്ങളാകാനുള്ള അവകാശം നേടിയെടുത്തത്. 9ാമത്തെ ആഴ്ച പുതിയ പവർ ടീം അവരോധിക്കപ്പെട്ടപ്പോൾ മുതൽ വീട്ടിലുള്ള മറ്റ് മത്സരാർത്ഥികളുടെ ആഗ്രഹമായിരുന്നു ഈ ഒരാഴ്ച കൊണ്ട് തന്നെ പവർ ടീമിനെ പിടിച്ച് വെളിയിലിടണമെന്നും അങ്ങനെ അവരെ സേഫ് ഗെയിമേഴ്സായി കാണിച്ച് അവരെ പ്രേക്ഷക വോട്ടിങ്ങിന് വേണ്ടി നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണമെന്നും സിജോ ഉൾപ്പെടെയുള്ളവർ ഇതിനു വേണ്ടിയുള്ള പല പദ്ധതികളും തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി വിജയിച്ച ഡെൻ ടീം അഥവാ ജിൻഡോ, അർജുൻ, ശ്രീതു എന്നിവർ അടങ്ങിയ ടീം അവസാന റൗണ്ടിൽ നിലവിലെ പവർ ടീമായ അൻസിബ, റസ്മിൻ, നോറ, അഭിഷേക് എന്നിവരോട് മത്സരിക്കുകയായിരുന്നു. ഇതിനുവേണ്ടി 3 റൗണ്ട് ടാസ്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ റൗണ്ട് ടാസ്കിൽ ഡെൻ ടീമും 2ാമത്തെ റൗണ്ടിൽ പവർ ടീമും അവസാനം നടന്ന 3ാമത്തെ നിർണായകമായ മത്സരത്തിൽ വീണ്ടും ഡെൻ ടീമും വിജയിക്കുകയായിരുന്നു. അങ്ങനെ 2 ഗെയിമുകൾ വിജയിച്ച് ഡെൻ ടീം അടുത്ത ആഴ്ച മുതൽ പവർ ടീം അംഗങ്ങളാകാനുള്ള യോഗ്യത നേടിയെടുത്തിട്ടുണ്ട്. ഏതായാലും വീട്ടിലെ മറ്റു മത്സരാർത്ഥികളുടെ ആഗ്രഹമായിരുന്ന നിലവിലെ പവർ ടീമിനെ പൊളിക്കുക എന്നതും അവരെ നോമിനേഷൻ നൽകാൻ തക്കവിധം സേഫ് പ്ലേസിൽ നിന്നും പുറത്തിറക്കുക എന്നതും വിജയിച്ചിരിക്കുന്നു. എന്താണ് ഇതിനെക്കുറിച്ചും ഈ കഴിഞ്ഞ പവർ ടീമിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം?